AICCയുടെ പുനഃസംഘടന വളരെ വൈകുന്നു എന്നത് നേതാക്കൾക്കിടയിൽ ഒരു അങ്കലാപ്പ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി തുടരെ തെരഞ്ഞെടുപ്പുകളിൽ തോൽവി ഏറ്റുവാങ്ങുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനറൽ സെക്രട്ടറി പദത്തിലിരിക്കുന്ന KC വേണുഗോപാലിനെ അടക്കം സ്ഥാനത്തു നിന്നും നീക്കേണ്ടതിന്റെ അനിവാര്യത ഉയർത്തിക്കാട്ടുകയാണ്. ശശി തരൂരിനെ നേരത്തെ ഹൈക്കമാൻഡ് വിളിച്ചതിന് പ്രത്യേകമായ രണ്ട് പ്രധാന കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് മാത്രമല്ല, അദ്ദേഹം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ടതിന്റെ അനിവാര്യത കൂടി വിളിച്ചോതുന്ന തലത്തിലാണ്. തരൂർ AICC അംഗം കൂടിയാണ്. നേരത്തെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കെതിരെ മത്സരിച്ച നേതാവ് കൂടിയാണ് തരൂർ. ഖാർഗെ തരൂരിനെ തോൽപ്പിച്ചുകൊണ്ടാണ് വിജയിച്ചത്. എന്നാൽ തരൂരിന് പ്രത്യേകമായി നിർവാഹക സമിതി അംഗത്വം ഉൾപ്പെടെ നൽകുന്നത് പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി കോൺഗ്രസ് അന്ന് കരുതിയിരുന്നു. ഇപ്പോൾ ഇതാ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് തരൂരിനെ നിയമിച്ചാൽ കോൺഗ്രസിന് അത് ബഹുദൂരം മുന്നേറാൻ കഴിയുമെന്ന തിരിച്ചറിവിലേക്ക് എത്തിയിരിക്കുകയാണ്. തരൂർ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആകുമോ എന്നുള്ളതാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്ന നിമിഷം. പ്രിയങ്ക ഗാന്ധി നേരത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. UPയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പദത്തിൽ പ്രിയങ്ക എത്തിയെങ്കിലും പിന്നീട് സ്ഥാനമാനങ്ങളൊന്നും തന്നെ പ്രിയങ്ക ഏറ്റെടുത്തിരുന്നില്ല. ഇപ്പോഴിതാ MP സ്ഥാനം കൂടി വഹിക്കുകയാണ്. ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ വനിതാ മുഖങ്ങളിൽ ഒരാൾ പ്രിയങ്ക തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല. ഇന്ദിരാഗാന്ധിയുടെ സവിശേഷത എന്ന രീതിയിൽ തന്നെയാണ് BJP പ്രിയങ്കയുടെ പല രാഷ്ട്രീയ നീക്കങ്ങളെയും കാണുന്നത്. എന്നാൽ പ്രിയങ്ക ഗാന്ധി പോലും ആ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ചിന്തന ശിബിരിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനെ ഉടച്ചുവാർക്കേണ്ടതിന്റെ അനിവാര്യത തന്നെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 കൊല്ലത്തിനിടെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ജയപരാജയങ്ങളെ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് നഷ്ടപ്പെട്ട MLA-മാരുടെ ലിസ്റ്റ് പുറത്തു കൊണ്ടുവരികയാണ്. അതിനകത്തു നിന്നും പരിശോധിക്കുമ്പോഴാണ് രാജ്യസഭാ സീറ്റിലുണ്ടായ ഇടിവിന്റെ കാരണങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. കേവല ഭൂരിപക്ഷം ലോക്സഭയിൽ BJPക്കില്ലെങ്കിലും രാജ്യസഭയിൽ 100ലേക്ക് BJP അംഗബലം കൂട്ടിയെടുത്തതും ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പോടുകൂടി അംഗബലം വീണ്ടും വർദ്ധിപ്പിക്കുന്നതും ഇനി ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി അംഗബലം വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള BJPയുടെ നീക്കമുൾപ്പെടെയുള്ളത് ചർച്ചയാവുകയാണ്. എന്നാൽ അതേസമയത്ത് ലോക്സഭയിലെ കണക്കുകൾ മാത്രം നോക്കിയിരുന്നാൽ പോരാ. രാജ്യസഭയിലെ BJPയുടെ അംഗസംഖ്യ കുറയ്ക്കണമെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം കോൺഗ്രസ് കാഴ്ചവെക്കേണ്ടതിന്റെ അനിവാര്യത കൂടി ദേശീയ സമിതി ചർച്ച ചെയ്യുകയാണ്. 2025 ഇനി പ്രധാനമായുമുള്ളത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടത്തപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്നു കാണണം. ഏതായാലും 2026 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഏറ്റവും നിർണായകമായ ഒരു വർഷമാണ് എന്നുള്ളതുകൂടി കണക്കിലെടുക്കുമ്പോഴാണ് AICC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തരൂരിനെ നിയമിക്കുന്നതിന്റെ സാങ്കേതികത്വം പരിശോധിക്കപ്പെടുന്നത്.